Yes, I agree that I'm one of the members of the drug mafia. And you know very well that it is very powerful and notorious throughout the world. I want to get out of this. Tell me how much money you want in this matter. I'll arrange it. No, I don't want to help you. You can't buy me like that. Then don't forget one thing. You will have to face my people. What do you mean? They are capable of going to any extent. They will chop your bloody heads off. You bloody rascal, are you threatening us? കൊല്ലും ഞാൻ നായിന്റെ മോനെ. Easy, man. എടോ അവൻ പറഞ്ഞതുപോലെ ആ മാഫിയക്കാരന്റെ തല വെട്ടു. ഓ ചിലപ്പോ വെട്ടും സാർ. എന്തൊരു ചേർച്ച, ആദവും ഹൗവയും പോലെ. ഇത് നടന്നു കിട്ടിയാൽ നമ്മുടെ മോടെ ഭാഗ്യം. നടക്കൂടോ. ഞാനും അവന്റെ അമ്മാവനും കൂടി കാര്യങ്ങളൊക്കെ ഏതാണ്ട് പറഞ്ഞുറപ്പിച്ചിട്ടുള്ളതാ. MBBS കഴിഞ്ഞാൽ എന്താ സുധിയുടെ പ്ലാൻ? ഹയർ സ്റ്റഡീസും വല്ലതും? ഒന്നും തീരുമാനിച്ചില്ല. കല്യാണം കഴിഞ്ഞാലും കുട്ടിക്ക് പഠിക്കാൻ മോഹമുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. എൻ്റെ ഒരു അമ്മാവൻ ലണ്ടനിലുണ്ട്, സൈക്കാട്രിസ്റ്റാ. ശ്രുതിക്കുവാണെങ്കിൽ അവരോടൊപ്പം താമസിക്കാം. പിന്നെ ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചാൽ സ്കോട്ട്ലൻഡ് യാർഡിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് എനിക്കും അവിടെ എത്താം. എന്താ ഒന്നും മിണ്ടാത്തത്? എല്ലാം സാറ് തീരുമാനിച്ചാൽ മതി. ഗുഡ്. പക്ഷേ സാറെന്നുള്ള വിളിയുണ്ടല്ലോ, അത് നിർത്തണം. സജിത് കുമാർ. സജിയേട്ടാന്ന് വിളിച്ചോളൂ. ഓക്കെ? ശ്രുതി, പൂവ് ഇഷ്ടമല്ലേ? പൂവ് ഇതല്ല, പിന്നെ നന്ദുണി പൂവ്. കഠിന അധ്വാനം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മന്ത്രിയായി, പേരും പണവുമായി. നമുക്കില്ലാത്തത് ബന്ധുബലമാണ്. അത് അവനുണ്ട്. നിന്റെ കല്യാണം ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ നടത്തണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. കസേര തെറിച്ചാ പിന്നെ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. അത് ശരിയാ. ഇപ്പോഴാണെങ്കിൽ സാർ ഈ കസേരയിൽ ഇരുന്നു കൊടുത്താൽ മാത്രം മതി. കല്യാണം നാട്ടുകാർ നടത്തി തരും, പന്തല് ഇവിടുത്തെ മുതലാളിമാരിട്ട് തരും, സദ്യ ഇവിടുത്തെ കള്ളുകച്ചവടക്കാർ നടത്തി തരും, ആഭരണം ഇവിടുത്തെ കോൺട്രാക്ടർമാരിട്ട് തരും. പിന്നെ നാട്ടുകാരും യൂണിയൻകാരും നേതാക്കന്മാരും യൂത്ത് കോങ്ങും ഒക്കെ പിരിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഫ്രിഡ്ജ്, TV, മിക്സി, പവൻ ഉള്ളത് പറയാമല്ലോ സാറേ. അധികാരത്തിലിരിക്കുമ്പോ എത്ര പേരാ ലോകം കാണാൻ വേണ്ടി ഫോറിൻ ടൂറിന് പോകുന്നത്? ഇവനൊക്കെ രോഗം വന്നാൽ ചികിത്സിക്കുന്നതോ അമേരിക്കയിലും ലണ്ടനിലും. ബൈപ്പാസ് ഓപ്പറേഷൻ വരെ സർക്കാർ ചെലവിൽ. ഈ സാറിന് ഭാഗ്യദോഷം കൊണ്ട് അങ്ങനെ രോഗം പോലും വന്നിട്ടില്ല. ഈ നാട്ടിൽ ഒന്നിനും ഒരു സ്ഥിരതയില്ല. മന്ത്രിസഭ തന്നെ ആടി നിൽക്കുകയാണ്. കൂട്ടത്തിൽ എനിക്കെതിരെയുള്ള അലിഗേഷൻസ്. മോളെ, എന്താ നിന്റെ തീരുമാനം? എനിക്ക് പഠിക്കണം. അടുത്ത വർഷം MDക്ക് ചേരണം. കല്യാണം കഴിഞ്ഞാലും പഠിച്ചൂടെ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിപ്പോ കല്യാണം വേണ്ട. അനുസരണക്കേട് കാണിച്ചാൽ നിന്റെ പല്ല് ഞാൻ അടിച്ചു കൊടുക്കും. എന്നെ കൊന്നാലും ശരി. അത്രയ്ക്ക് വാശിയാണ് ഇവിടെ നിനക്ക്? ഓഹോ, അപ്പോ ഞാൻ സംശയിച്ചത് ശരിയാണ്. വേറെ വല്ല മോഹവും ഉണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ, നടക്കില്ല. ഗുരുവിളെ, ഇന്നു മുതൽ നിങ്ങൾ ഓടിക്കുന്ന വണ്ടിയിലല്ലാതെ ഇവൾ പുറത്തു പോകാൻ പാടില്ല, മനസ്സിലായോ? ഇവളുടെ സമ്മതം ഇല്ലാതെ തന്നെ ഈ കല്യാണം നടത്താൻ പറ്റുമോന്ന് ഞാനും നോക്കട്ടെ. ഞാൻ പേ ചെയ്യാം. ആയിക്കോട്ടെ. അല്ലേ വേണ്ട, താൻ പേ ചെയ്തോ. എനിക്ക് നിർബന്ധമില്ല സർ. അത് ചുമ്മാ. ഞാൻ പേ ചെയ്താൽ തനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്കറിയാം.
ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും സാർ പേ ചെയ്തില്ലല്ലോ എന്ന് മാത്രമാണ് എന്റെ ഫീലിംഗ്. ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആരും ചിരിച്ചു പോകും. തമാശയല്ല സാർ, ഉള്ളി തട്ടി പറഞ്ഞാണ്. ഇതേ പിന്നെയും തമാശ. ഹലോ സർ. ആ അബ്ബാസിനെ കണ്ടോട്ട് കുറെ കാലമായല്ലോ. ഉവ്വ്, ഞാനൊന്ന് സിംഗപ്പൂരിൽ പോയിരുന്നു. ഡിന്നർ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടായിരുന്നു. കഴിഞ്ഞു പോയല്ലോ, പിന്നെ ഒരിക്കലാ. യു ക്യാരി ഓൺ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. ഓക്കെ സാർ, സി. ഓക്കെ. ആരാടോ അത്? സാറിന് അറിയില്ലേ, അല്ലമീൻ ട്രാവൽ ഏജൻസി നടത്തുന്ന അബ്ബാസ്. ഓഹോ, പണക്കാരനായിരിക്കും അല്ലേ? ഇവിടെ പിടിച്ചിരുത്തിയിരുന്നെങ്കിൽ ബില്ല് നമുക്ക് അവനെ കൊണ്ട് കൊടുപ്പിക്കാമായിരുന്നു. സാറ് തനി പോലീസുകാരൻ തന്നെ. എടോ, ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. സ്വയം നശിക്കാതെ. ഹലോ ഗുരു. ഹലോ അബ്ബാസ്. കഴിഞ്ഞതെല്ലാം മറക്കണം. നിങ്ങളുടെ സിൻഡിക്കേറ്റ് ഇനി ഈ മണ്ണിൽ വേരോടുമെന്ന് തോന്നില്ല. 4 പേർ തന്നെ ജയിലിലല്ലേ? അവരെ രക്ഷിക്കാൻ വന്ന ആൽബർട്ടോ ഫിലിനിയും അകത്തായി. ഇനിയും നമുക്കെന്തുകൊണ്ട് യോജിച്ച് പ്രവർത്തിച്ചുകൂടാ? ഇത് പറയാൻ ഞാൻ അബ്ബാസിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ആൽബർട്ടിനെ പോലീസ് കസ്റ്റഡി എടുത്ത ദിവസം മുതൽ ഇയാൾ സിംഗപ്പൂരിലേക്ക് പോയെന്നറിഞ്ഞു. ഒരു പുതിയ ബിസിനസ് അലയൻസ്. ഇതാണ് പാർട്ടി. പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നാം തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞാൻ എന്തിനു റെഡി? ആൽബർട്ടോയെ ഒറ്റ കൊടുത്ത ഡേർട്ടി ചീറ്റ്. നാളെ നീ എന്നെയും ചതിക്കില്ലേ? വിടാനാ പറഞ്ഞു. നീ എന്തിനുള്ള പുറപ്പെടാ? അവനെ നോക്കണ്ട്. ഒരുത്തനെ കൊന്നോ? ഒരുത്തനെ കൊന്നിട്ടാണ് ഓടുന്നത്. അവൻ നിന്നെ കൊല്ലും പോലെ. കാലുവിട് സാർ. നിന്നെ അങ്ങനെ കൊലപ്പ് കൊടുക്കില്ല പോലെ. അയ്യോ, ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിയ ആളാണത്രേ. ഡ്യൂട്ടി സ്വയം ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാനൊരുങ്ങിയ ഒരു ഇൻസ്പെക്ടർ തടയുകയും ചെയ്തു. സാർ, ഞാനൊരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ആയുധമേന്തിയ കൊലപാതകയെ ആയുധമില്ലാതെ നേരിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിസ്റ്റർ നന്ദകുമാർ മരിച്ചാൽ ആർക്കാ നഷ്ടം? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. സാർ, ഞാൻ പറയുന്നത് യു ഷട്ട് അപ്പ്.